നമസ്കാരം. UK ലൈഫ് കോച്ച് മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്, ഈ രാജ്യത്ത് ജീവിക്കുന്ന UK ജീവിക്കുന്ന ആളുകൾക്ക് അവര് പലപ്പോഴും എന്നെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവർക്ക് ഒരു ഇൻഷുറൻസിന്റെ പ്രാധാന്യം എത്ര കണ്ട് വലുതാണ് എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും അറിയില്ല എന്ന് ഓർക്കുമ്പോൾ അത് ശരിക്കും നമ്മുടെ സമൂഹത്തിലെ ആളുകൾ അറിയണമെന്ന് തോന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒത്തിരി ആളുകൾ ഇൻഷുറൻസിനെ സംബന്ധിച്ച് വളരെ ലീസ്റ്റ് ആയിട്ട്, വളരെ അവരുടെ ചിന്താഗതി തന്നെ ഇതെന്തിനാണ്, നമുക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നവരാണ്. ഞാൻ ഇൻഷുറൻസിനെ സംബന്ധിച്ച് പല വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഏതെങ്കിലും തരത്തിൽ നമ്മളൊരു ഇൻഷുറൻസ് എങ്ങനെയെങ്കിലും എടുത്തു വെക്കുക എന്നതിനെ കഴിഞ്ഞ് നമുക്കതിന്റെ ആവശ്യം എന്താണ്, അങ്ങനെ ഒരു നീഡ് ഉണ്ടോ, ആ നീഡ് ഉണ്ടെങ്കിൽ അത് ഏതൊക്കെ നീഡുകളാണ് എന്ന് അസസ് ചെയ്ത് അനലൈസ് ചെയ്ത് ഒരു ഇൻഷുറൻസ് പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതാണ്. അത് പലപ്പോഴും നമ്മുടെ ആളുകളുടെ അസംഷൻ ചിലപ്പോൾ ശരിയാണെന്നില്ല. ഇപ്പൊ നമ്മൾ തന്നെ സ്വയം വിചാരിക്കുകയാണ്, എനിക്കിതിന്റെ ആവശ്യമില്ല, ഇത് എനിക്കൊരു നീഡാണോ എന്ന് പലപ്പോഴും ചിന്തിച്ച് ചിലപ്പോൾ വേണ്ടാന്ന് വെക്കാറുണ്ട്. പക്ഷെ അങ്ങനെ എത്രയോ ആളുകൾ ഒരു പ്രതിസന്ധിയെ നേരിടുമ്പോഴാണ് ഒരു ഇൻഷുറൻസിന്റെ പ്രാധാന്യം എത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് നമ്മുടെ ഹെൽത്തിനെ ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇൻഷുറൻസ് ചില കേസുകൾ കിട്ടാതെ വരും. ഇനി ചില ഹെൽത്ത് ഇഷ്യൂസിൽ കിട്ടിയാൽ തന്നെ അതിന് വലിയ പ്രീമിയം ആവും. അപ്പം നമുക്ക് നല്ല ഹെൽത്തിൽ ഇരിക്കുമ്പോൾ യാതൊരു വിധത്തിലുമുള്ള അസുഖങ്ങൾ ഒന്നും നമ്മൾ GPയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാതിരിക്കുന്ന സമയത്ത് അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന ഘട്ടം നമ്മളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾ ആദ്യം ചെയ്തു വെക്കേണ്ടത് ഇൻഷുറൻസ് തന്നെയാണെന്ന് ഞാൻ പറയും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു വീടെടുക്കാൻ വേണ്ടി അല്ല, അല്ലെ വീടിന് വേണ്ടി മാത്രമല്ല ഇൻഷുറൻസ് എടുക്കേണ്ടത്. ഇവിടെ ഈ രാജ്യത്ത് മോർഗേജ് കിട്ടാൻ വേണ്ടി ഇൻഷുറൻസ് വേണമെന്ന് ഒരു ബാങ്കുകൾ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അതൊരു മാൻഡേറ്ററി ആയിട്ട് കണ്ടിട്ടില്ല. അപ്പൊ അതൊരു മാൻഡേറ്റ് ആയിട്ട് അങ്ങനെ വരാത്തിടത്തോളം കാലം നമ്മൾ ഒരു വീട് എടുക്കാൻ വേണ്ടി ആരും ഇൻഷുറൻസ് എടുത്ത് വെക്കണ്ട. പലപ്പോഴും പലരും 2 വർഷമോ 3 വർഷമോ കഴിഞ്ഞ് വീട് എടുക്കുമ്പോഴാണ് ഇൻഷുറൻസ് വേണം എന്ന് പറഞ്ഞ് ഇൻഷുറൻസ് എടുക്കുന്നത്. അതെന്താണ്, നമുക്കൊരു ഭീമമായ ഒരു ലയബിലിറ്റി നമ്മുടെ മുമ്പിൽ വരുന്നത് കൊണ്ടാണോ? എന്നാൽ അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്കൊരു ലയബിലിറ്റി ഇല്ലെങ്കിലും ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് ഇൻഷുറൻസ് ആവശ്യമാണ്. ഫാമിലി എന്ന് പറയുമ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെയുള്ള ആളുകളാണെങ്കിൽ അവർക്ക് എത്രമാത്രം ഇതിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം, 15 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ പേരൻസ്, ആ പേരൻസിന് ഓപ്പോസിറ്റ് ഷിഫ്റ്റല്ലേ ചെയ്യാൻ പറ്റുകയുള്ളൂ. ആർക്കെങ്കിലും ആ കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്ക് വീട്ടിലാക്കിയിട്ട് ജോലിക്ക് പോകാൻ പറ്റുമോ? അപ്പൊ ഓപ്പോസിറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന ആ പേരൻസിനെ സംബന്ധിച്ചിടത്തോളം ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചു പോയാൽ ആ മറ്റേ ആൾക്ക് പിന്നെ ജോലിക്ക് പോകാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആ അടുത്ത ആളുടെ ഇൻകം കൂടെ നിന്നുപോയില്ലേ? അപ്പൊ കംപ്ലീറ്റ് ബിൽസുകളും കൊളാപ്സ്ഡ് ആയില്ലേ? ആ കൊളാപ്സ്ഡ് ആകുന്ന ബിൽസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് റെന്റ് ആണ്, റെന്റ് വരും, മോർഗേജ് ആണെങ്കിൽ മോർഗേജ് വരും, നമ്മളുടെ എല്ലാ ബിൽസും വരും. അപ്പൊ പിന്നെ അവരെങ്ങനെ സർവൈവ് ചെയ്യും? ഇതിനൊക്കെയുള്ള ഒരു ആൻസർ ആണ് നമ്മൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, പേഴ്സണൽ ഇൻഷുറൻസ് ഏതൊക്കെ തരത്തിലാണ് ഉള്ളത്. ലൈഫ് കവർ, ക്രിട്ടിക്കൽ ഇൽനസ് കവർ, ഇൻകം പ്രൊട്ടക്ഷൻ, ആക്സിഡന്റ് പ്രൊട്ടക്ഷൻ. അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെ പരമപ്രധാനമായിട്ടുള്ള ആവശ്യം തന്നെയാണ് എന്ന തിരിച്ചറിവാണ് നമ്മൾക്ക് ആദ്യം ഉണ്ടാകേണ്ടത്. അതിനെപ്പോഴും നമ്മൾ എന്താ വേണ്ടത്, ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസറുമായിട്ട് കൺസൾട്ട് ചെയ്യണം. കാരണം ഇപ്പം എന്നെ കേൾക്കുന്നത് നിങ്ങൾക്ക് അറിവില്ലാഞ്ഞിട്ടല്ല, നിങ്ങൾക്ക് അറിവുണ്ടെന്ന്, എന്നേക്കാൾ കൂടുതൽ അറിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് അറിയാവുന്നതൊന്നും എനിക്കറിയില്ല എന്നതുകൊണ്ടും എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയില്ല എന്നതുകൊണ്ടും അത് മാത്രമാണ് നമ്മളെ തമ്മിൽ വ്യത്യസ്തരാക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഏത് പ്രൊഫഷണലാണോ ഓരോരുത്തരുള്ളത്, അവരവരുടെ പ്രൊഫഷണലിൽ അവർ തീർച്ചയായിട്ടും ആ കാര്യത്തിൽ കൂടുതൽ വൈദഗ്ധ്യം, കൂടുതൽ അറിവുള്ളവരായിരിക്കും. ആ അറിവ് എന്താണെന്ന് അറിയാനാണല്ലോ അവരെ സമീപിക്കുന്നത് നമ്മൾ, അല്ലെ? അതുപോലെ തന്നെ നമ്മൾ ഒരു പ്രീ അസംഷനിലൂടെ പല കാര്യങ്ങൾക്കും ആൻസർ കണ്ടെത്താൻ ശ്രമിക്കാതെ തീർച്ചയായിട്ടും ആ പ്രൊഫഷനിലുള്ള ആളുമായി നിങ്ങൾ കൺസൾട്ട് ചെയ്യുക. ഇപ്പോ എന്നെ സമീപിക്കുന്ന ആളുകളോട് ഒരു ഇൻഷുറൻസിനെ പറ്റി ചോദിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും അവർക്ക് പറഞ്ഞു കൊടുക്കും. ഒരു അഡ്വൈസ് എന്താണ് എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. നിങ്ങൾക്കൊരു അഡ്വൈസിലൂടെ ഒരു ഇൻഷുറൻസ് വേണം, അത് ആവശ്യമാണെന്ന് പറയാൻ കാരണം എന്താണ്? ഒരു 10 മിനിറ്റ് കൊണ്ട് ഫോൺ കൂടെ നമ്മൾ വിളിച്ച് നിങ്ങൾക്ക് ഇൻഷുറൻസ് തരിക എന്നതല്ല ആവശ്യം. നിങ്ങൾക്ക് അതിന്റെ നീഡ് അനലൈസ് ചെയ്ത് അങ്ങനെ ഒരു ഷോർട്ട് ഫോൾ ഉണ്ടോ എന്ന് പഠിച്ച് നിങ്ങളെ അത് ബോധ്യപ്പെടുത്തി എഡ്യൂക്കേറ്റ് ചെയ്ത് ആ പ്രോഡക്റ്റിനെ പറ്റിയും അത് എന്തൊക്കെയാണ്, ഏതൊക്കെ സമയത്താണ് നമുക്കത് യൂസ്ഫുൾ ആയി വരിക, അങ്ങനെ ഒരു ക്ലെയിം ചെയ്യേണ്ടി വന്നാൽ
അത് എങ്ങനെയാണ് ക്ലെയിം ചെയ്യുക, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളിലൂടെ നമ്മൾ ഗോത്രൂ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോഴാണ് ഒരു ഇൻഷുറൻസ് നമുക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ കൈകളിൽ സുരക്ഷിതമായി നമ്മളെ ഏൽപ്പിക്കുന്ന, നമ്മൾ ഒരു ഇൻഷുറൻസിൽ നമ്മളെ സുരക്ഷിതരായി ഏൽപ്പിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു ഫാമിലിയുടെ പ്രൊട്ടക്ഷൻ ആണ്. അതിനകത്ത് നമ്മുടെ ഈ പറഞ്ഞ മോർഗേജും ഒക്കെ വരും. മോർഗേജ് എന്ന് പറയുന്നത് ഒരു ഫൈനാൻഷ്യൽ ലയബിലിറ്റി ആണ്. അത് ഒരു ലോങ് ടൈം ഫൈനാൻഷ്യൽ ലയബിലിറ്റി ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, രണ്ടുപേർ ഒരുമിച്ച് ഏറ്റെടുക്കും, സ്പൗസ് ആണെങ്കിൽ അവർ രണ്ടുപേർ ഒരുമിച്ച് ഏറ്റെടുക്കുന്ന ഒരു ഫൈനാൻഷ്യൽ ലയബിലിറ്റിയുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് 100% ഈച്ചാണ്. ഒരാൾക്ക് എന്ത് സംഭവിച്ചാലും, ഒരാൾ മരണപ്പെട്ടാലും, ഒരാൾ രോഗിയായി തീർന്നാലും, ഒരാൾക്ക് ശമ്പളമില്ല, ജോലിയില്ല, ഇങ്ങനെ ഏത് ഘട്ടത്തിൽ വന്നാലും ബാങ്കുകൾക്ക് അതിനെപ്പറ്റി ഒന്നും അറിയേണ്ട കാര്യമില്ല. ആ ബാങ്കിന് മറ്റേയാള് ഉള്ളിടത്തോളം കാലം ബാങ്കിന് കൃത്യമായിട്ട് പൈസ കിട്ടിക്കൊണ്ടിരുന്നാൽ മതി, അവർക്കുള്ള EMI കിട്ടിയാൽ മതി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആ ഒരു എന്തെങ്കിലും സാഹചര്യം ഉണ്ടായി, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി, അങ്ങനെ ഒരു സാഹചര്യത്തിൽ പേയ്മെന്റ് അടയ്ക്കാൻ കഴിയാതെ പോയാൽ ആ വീട് റീപൊസഷനിലേക്ക് പോയില്ലേ? അപ്പൊ പിന്നെ എല്ലാം കൊളാപ്സ്ഡായി, നമ്മുടെ ബിൽസുകൾ കൊളാപ്സ്ഡായി. അപ്പൊ ഇതൊക്കെ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ, ഈ രാജ്യത്ത് നിന്ന് മാത്രമല്ല ഇങ്ങനെയുള്ള ഏത് രാജ്യത്ത് ജീവിക്കുന്നവർക്കും ഇത് സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ആർക്കും ഇതൊന്നും സംഭവിക്കരുത് എന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. നമ്മൾ ആരും ഒരിക്കലും ചിന്തിക്കോ നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ആരെങ്കിലും ഇല്ല. പക്ഷെ പലപ്പോഴും പലരും ചിന്തിക്കാറുള്ളത് എനിക്കിതൊന്നും സംഭവിക്കുകയില്ല, അതുകൊണ്ട് എനിക്കിതൊന്നും വേണ്ട. ഇൻഷുറൻസ് എന്ന് പറയുന്നത് നോ ക്യാഷ് ആൻഡ് വാല്യൂ ആണ് ഈ രാജ്യത്ത്. അത് ക്യാഷ് ആൻഡ് വാല്യൂ അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ടേം പോളിസിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 10 പൈസ പോലും തിരിച്ചു കിട്ടാത്ത ഒരു കാര്യം ഞാൻ എന്തിനാ കാശ് കൊടുത്ത് മേടിച്ചു വെക്കുന്നത് എന്നാണ് നമ്മുടെ ചിന്തയെങ്കിൽ അത് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ വണ്ടി ഇവിടെ എടുക്കുന്നു, നമ്മൾ വണ്ടി ഓടിക്കുന്നു, വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ലേ? ഒരു വർഷം വണ്ടി ഓടിച്ചിട്ട് നമ്മളത് പുതുക്കും. ആ ടൈം കഴിയുമ്പോൾ, ആ ടൈം തീരുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും നമ്മളത് അടുത്ത വർഷത്തേക്കുള്ളത് അപ്ഡേറ്റ് ചെയ്യും, പുതുക്കും, അല്ലെ? ആ പുതുക്കുന്ന സമയത്ത് 1000 പൗണ്ടിൽ കൂടുതൽ ഇൻഷുറൻസ് കൊടുക്കുന്ന എത്ര ആളുകളുണ്ട് നമ്മുടെ ഇടയിൽ? ഈ പുതുക്കുന്ന സമയത്ത് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഓ മോശമായി പോയി, കഷ്ടമായി പോയി, കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ ഞാൻ വണ്ടി ഓടിച്ചു നടന്നിട്ട് ഒരു അപകടം ഉണ്ടായിട്ട് കുറച്ച് പൈസ ക്ലെയിം ചെയ്ത് മേടിക്കാൻ പറ്റിയില്ലോ എന്ന് ആരെങ്കിലും ചിന്തിക്കുമോ? നമ്മൾ ആരെങ്കിലും ചിന്തിക്കുമോ? ഇല്ലല്ലോ, ഒരിക്കലും ചിന്തിക്കുകയില്ല. എന്നിട്ടും അടുത്ത വർഷത്തേക്കുള്ളത് ഫുള്ളി കോംപ്രിഹെൻസീവ് എടുത്തു വെക്കും. ഇത് നമ്മൾ ചെയ്യുന്ന കാര്യമല്ലേ? അതും പറ്റിയാൽ ബമ്പർ ടു ബമ്പർ എടുത്തു വെക്കും. ബാക്കിൽ നിന്ന് ഇടിച്ചാലും മുമ്പിൽ നിന്ന് ഇടിച്ചാലും കാശ് കിട്ടണം. നമ്മള് ഈ ഓടിക്കുന്ന വണ്ടി നമ്മൾ എന്നാൽ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഈ ഓടിക്കുന്ന വണ്ടി നമ്മുടേതായ ഒരു കാരണം കൊണ്ട് നമ്മൾ മുമ്പിലുള്ള ഒരു ഒബ്ജക്റ്റിനിട്ടോ എതിരെ വരുന്ന ഒരു വാഹനത്തിനിട്ടോ ചെന്ന് അങ്ങോട്ട് ഇന്ന് ഇടിച്ച് നമ്മൾക്കൊരു ഡെത്ത് സംഭവിച്ചാൽ നമുക്ക് കിട്ടുന്ന, ആ വണ്ടി ഓടിക്കുന്ന ആൾ മരണപ്പെട്ടാൽ ആ ആൾക്ക് കിട്ടുന്ന 5000 പൗണ്ടാണെന്ന് പറയുന്നത് എത്ര പേരുണ്ട്? അല്ലെങ്കിൽ അതിന് സെപ്പറേറ്റ് നമ്മൾ ആക്സിഡന്റ് ഡെത്ത് കവർ എന്നും പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആഡ് ചെയ്യണം. ആരെങ്കിലും ആഡ് ചെയ്യാറുണ്ടോ? അത് ഏറ്റവും പൈസ കുറച്ച് എങ്ങനെ എടുക്കാം ഒരു ഇൻഷുറൻസ് എന്നല്ലേ എല്ലാവരും കരുതുക. അതിനകത്ത് എത്ര ഓപ്ഷൻസ് ഉണ്ട്. അപ്പോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെ ആ മേഖലയിൽ അറിയുന്നവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. നമ്മളുടെ സ്വന്തം ഒരു വണ്ടിക്ക് പോലും നമ്മൾ ഇത്രയും പ്രൊട്ടക്ഷൻ നമ്മൾ ചെയ്യുന്നത് ആ പൈസ തിരിച്ചു കിട്ടുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതിക്കൊണ്ടാണോ ചെയ്യുന്നത്? ഒരു അപകടം ഉണ്ടാവണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ആക്സിഡന്റ് ആയിട്ട് ക്ലെയിം ചെയ്യണമെന്നോ ആരെങ്കിലും കരുതുമോ? ഇല്ലല്ലോ. ഒരു വണ്ടിക്ക് പോറൽ പോലും ഏറ്റാൽ അതിന് പൈസ നമുക്ക് കിട്ടണം. അതല്ലേ ബമ്പർ ടു ബമ്പർ ഒക്കെ എടുക്കും, മുമ്പിൽ നിന്നിച്ചാലും ബാക്കിൽ നിന്നിച്ചാലും പൈസ കിട്ടണമെന്ന് പറയുന്നത്. നമ്മൾ ഈ ഫുള്ളി കോംപ്രിഹെൻസീവ് എടുക്കുമ്പോൾ നമുക്ക് വണ്ടി റൈറ്റ് ഓഫ് ആയി ആക്സിഡന്റ് ആയിട്ട് റിട്ടേൺ ഓഫ് ആയാൽ അതിനും പൈസ കിട്ടണം, അല്ലേ? ഇത്രമാത്രം ഉത്തരവാദിത്വമുള്ള നമ്മൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ കുടുംബത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ എന്ത് സംവിധാനമാണ് ഇവിടെ ഈ രാജ്യത്തുള്ളത്? അതും കൊച്ചു കുട്ടികളായിട്ടുള്ള പേരൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് സംവിധാനമാണ് ഇന്ന് ഇവിടെയുള്ളത്? അവരാരെങ്കിലും എന്തെങ്കിലും ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തി വെച്ചിട്ടുണ്ടോ? ലക്ഷക്കണക്കിന് പൗണ്ടുകൾ, 1,00,000 പൗണ്ട് എന്ന് പറയുന്നത് 1 കോടി രൂപയല്ലേ? നമ്മൾ ഓരോരുത്തരും ഏറ്റെടുത്ത് വെക്കുന്ന ബാധ്യതകൾ എത്ര വലുതാണ്? അതിനെ ഓവർകം ചെയ്യാൻ ഒരു വേഴ്സ് സിനാരിയോയിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിനെ ഓവർകം ചെയ്യാൻ മറ്റെന്ത് സംവിധാനമാണ് നമ്മുടെ കയ്യിലുള്ളത്? അപ്പൊ അത് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് വേണ്ടതാണോ എന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. അതിന് തികച്ച് നിങ്ങളൊരു ഫൈനാൻഷ്യൽ അഡ്വൈസറുടെ ഹെൽപ്പ് നിങ്ങൾക്ക് ആവശ്യമാണ്. അപ്പം ഇത് ഓൺലൈനിൽ കൂടെ കയറി എത്ര പേര് ഇൻഷുറൻസ് എടുത്തു വെക്കുന്നു? അവർക്ക് അതിനെക്കുറിച്ച് നമ്മളൊരു ഓൺലൈനിൽ ഒരു കമ്പ്യൂട്ടറിൽ അങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കല്ലേ അത് ആൻസർ തരുള്ളൂ.
നമുക്ക് ചോദിക്കാത്ത ഏതെങ്കിലും ചോദ്യത്തിന് നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പം എല്ലാ ഇൻഷുറൻസ് കമ്പനികളും പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, നിങ്ങൾക്ക് തരാൻ ഞങ്ങളുടെ കയ്യിൽ ഈ പറഞ്ഞ എല്ലാ പ്രോഡക്റ്റും ഉണ്ട്, പക്ഷെ ഇത് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണോ ഇല്ലയോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഇത് നിങ്ങൾക്ക് സൂട്ടബിൾ ആണോ ഇല്ലയോ എന്ന് നിങ്ങൾ അറിയാൻ നിങ്ങൾ ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസറുമായി കൺസൾട്ട് ചെയ്യുന്നല്ലേ പറയുന്നത്. അപ്പൊ പിന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ ഇൻഷുറൻസ് കമ്പനികൾ പ്രൊവൈഡേഴ്സ് അത് പറയേണ്ട കാര്യമുണ്ടോ? അപ്പൊ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് കൃത്യമായി ഒരു ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ബാക്ക് ഡോക്യുമെന്റ്സ് എന്തൊക്കെയുണ്ട്, അതിന്റെ ട്രസ്റ്റ് ഡീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതൊക്കെ ഡീഡുകളാണ് ഇൻഷുറൻസിൽ ചെയ്തു വെക്കേണ്ടത്, അത് എത്ര ടൈപ്പ് ഓഫ് ഡീഡുകളുണ്ട് ഇൻഷുറൻസിൽ, അതിൽ ഏത് ഡീഡാണ് നമ്മൾക്ക് വേണ്ടത്, ഇതൊക്കെ നമ്മൾ അറിയണ്ടേ. അത് ഓൺലൈൻ കയറി ഇരുന്ന് ചെയ്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്ക് എത്ര പേർക്കറിയാം, എത്ര പേർക്ക് ചെയ്യും. ഞാൻ എന്തോരം ആളുകൾക്ക് ടോക്ക് കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, IT കാർക്ക് ക്ലാസ് എടുത്തപ്പോൾ അവരോട് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ എത്ര മേഖലകളിൽ ഞാൻ സംസാരിക്കേണ്ടി വന്ന സമയങ്ങളിലൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഷുറൻസ് ട്രസ്റ്റ് ഡീഡ് ചെയ്തവരൊന്ന് കൈവെക്കാൻ പറഞ്ഞിട്ട് ഒരാൾ പോലും ഞാൻ കണ്ടിട്ടില്ല ആദ്യകാലങ്ങളിൽ. ഇപ്പൊ പിന്നെ കുറെ ആളുകളൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ പല വീഡിയോയിലും നേരിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടൊക്കെ ഒത്തിരി ആളുകൾ പറഞ്ഞറിഞ്ഞുമൊക്കെ ഒരുപാട് ആളുകൾ അതിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അത് എത്ര വലിയൊരു ഇമ്പോർട്ടന്റ് ആയ ഒരു ഡോക്യുമെന്റ് ആണ്. ഞാൻ ഇതിനു മുമ്പ് സത്യന്റെ ചാനലിലും എന്റെ ചാനലിലും കിടപ്പുണ്ട്, ഇതിനെപ്പറ്റി പറഞ്ഞത് വീഡിയോസ് കിടപ്പുണ്ട്. നമ്മൾ കൃത്യമായി നമ്മളുടെ ജീവിതമാണ് നമ്മൾ സെക്യൂർ ആക്കേണ്ടത്. ആദ്യം ആ കുട്ടികൾ നമുക്കുള്ള കുട്ടികൾ നമ്മളെ ആശ്രയിച്ചല്ലേ ഇവിടെ വന്നത്, നമ്മുടെ കൂടെ നിൽക്കുന്നത്. നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് പിന്നെ എന്ത് സെക്യൂരിറ്റിയാ ഉള്ളത് ഫൈനാൻഷ്യലി? രണ്ടുപേരെ ഏറ്റെടുക്കുന്ന ബാധ്യതകളെല്ലാം ഒരാളുടെ തലയിൽ ഇട്ടിട്ട് മറ്റേയാൾ പോയി കഴിഞ്ഞാൽ മറ്റേയാൾ എന്ത് ചെയ്യും ഈ കുഞ്ഞുങ്ങളെ കൊണ്ട്? അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ആദ്യം പരിഹരിച്ചു വെക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിന്റെ പ്രൊട്ടക്ഷൻ അത് ഏറ്റവും സോളിഡ് ആയിട്ട് പറ്റിയാൽ ഒരു ബുർജ് ഖലീഫയുടെ അടിത്തറ പോലെ ആക്കി വെക്കൂ. ആ ബുർജ് ഖലീഫ അതങ്ങനെ നിൽക്കുന്നത് അത്രമാത്രം ഭാരവും പേറി അത് നിൽക്കുന്നത് അതിന്റെ ആ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുമോ? ഇല്ലല്ലോ. ഇതുപോലെ തന്നെ ആയിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിന്റെ ഫൗണ്ടേഷൻ. നമ്മുടെ പ്രൊട്ടക്ഷൻ ഉറപ്പല്ലെങ്കിൽ പിന്നെ അതിന്റെ മേലെ നമ്മൾ എന്ത് കെട്ടിപ്പൊക്കി വെച്ചിട്ട് എന്താ കാര്യം? ചില്ലുകൊട്ടാരം പോലെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴില്ലേ? ഈ രണ്ടുപേരിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയാൽ, അത് ഒരാളായാലും രണ്ടുപേരായാലും അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ആ കുടുംബം എവിടെ പോകും? പിന്നെ അതിനുള്ളൊരു മറുപടിയാണ് ഈ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. എനിവേ, നിങ്ങൾക്ക് എന്നെ വിളിക്കാം, തീർച്ചയായിട്ടും അതിന് വേണ്ട ഹെൽപ്പ് ഞാൻ ചെയ്തു തരും. അതുകൊണ്ട് എന്നെ കേട്ട് നിങ്ങൾക്ക് ഇനിയും ഒരു വീഡിയോ ഏറ്റവും അടുത്ത് തന്നെ ഞാൻ ചെയ്യാം. എന്റെ സമയത്തിന്റെ പരിമിതി മൂലമാണ് ഇത്രയും നാൾ ഞാൻ കുറച്ച് നാളായിട്ട് ഗ്യാപ്പ് വന്നത്. ഒത്തിരി പേരോട് ചോദിച്ചു എന്റെ ചേട്ടന്റെ വീഡിയോ ഒന്നും കാണുന്നില്ല. ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ഇവിടെ ഇരിപ്പുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. അടുത്തടുത്ത ദിവസങ്ങളിൽ ഞാൻ വീഡിയോസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അപ്പം അതിന്റെ അർത്ഥം എന്റെ തിരക്ക് കുറഞ്ഞത് കൊണ്ടാണെന്ന് വിചാരിക്കേണ്ട. ഞാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പല കാര്യങ്ങളിൽ ഇൻവോൾവ് ആവുന്നത് കൊണ്ടാണ് നമുക്ക് തിരക്ക് കൂടി പോകുന്നത്. അപ്പൊ അത് അങ്ങനെയുള്ള പല കാര്യങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോ ഫ്രീ ആയി. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇനി കുറച്ച് സമയങ്ങൾ അതുകൊണ്ട് ഞാൻ വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.